ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. യേശുവിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ. ദൈവം തൻ്റെ അളവറ്റ കാരുണ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നാം ഓരോരുത്തരും കടന്നു വരുവാൻ ഏറെ കാംക്ഷിക്കുന്ന, ഏറെ ദാഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തിരുമനസ്സിനെ തിരിച്ചറിഞ്ഞ് കരുണയുടെ മനുഷ്യരാകുവാൻ, കരുണയുടെ സാക്ഷികളാകുവാൻ, കരുണയുടെ പ്രവാചകരായി കാലഘട്ടത്തിൽ മാറുവാൻ, ഈശോയെ നിൻ്റെ കാരുണ്യത്തിൻ്റെ മനോഹര അനുഭവം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഈ ആരാധനാ നിമിഷങ്ങളിൽ ഭക്തിയോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കി അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ കണ്ടുമുട്ടുന്നവരോട് ദൈവത്തിൻ്റെ കാരുണ്യം നൽകി അവരെ സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും സാധിക്കുക. ആ വലിയ കൃപയ്ക്കായി ഇന്നത്തെ ഈ ആരാധന നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, ജീവിതങ്ങളെ സർവസ്തുതിക്കും അർഹനായ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വലിയ കൃപകൾ ദൈവം അയോഗ്യപാപികളായി നമ്മിലേക്ക് വർഷിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. കർത്താവെ, അയോഗ്യപാപിയായ എന്നിലേക്ക് നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന കാരുണ്യ കതിരുകളെ അവിടുന്ന് അയക്കണമേ എന്ന്
ഈ ആരാധനാ നിമിഷങ്ങളിൽ നമുക്ക് അവിടത്തോടെ പ്രാർത്ഥിക്കാം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. ആമേൻ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. ഓ യേശുവേ, അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളിത്ര മോഹനം. ഹല്ലേലൂയ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളിത്ര മോഹനം. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആവർത്തിച്ച് ആരാധന ആരാധന യേശുവേ ആരാധന. വലിയ സ്നേഹത്തോടെ ആരാധന ആരാധന സ്നേഹമേ ആരാധന. കരങ്ങൾ കൂപ്പി ദിവികാരൻ ഈശോയെ നോക്കി നമുക്ക് ആരാധിക്കാം. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ജീവസുറ്റ വചനം വഴി തൻ്റെ കരുണയിൽ അഭയം കണ്ടെത്തുവാൻ കർത്താവ് തൻ്റെ മക്കളായി നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈശോ നമ്മെ പഠിപ്പിച്ചു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയളാക്കളെ, ഈശോയുടെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് നമ്മോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആരോടെങ്കിലും മനസ്സിൽ നീരസമോ വെറുപ്പോ വൈരാഗ്യമോ മറ്റുള്ളവർ ദ്രോഹിച്ചതിൻ്റെ നീറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് കരുണ നൽകിക്കൊണ്ട് നീ പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യ കതിരുകൾ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തുക. ഒരു നീർച്ചാൽ പോലെ ദൈവത്തിൻ്റെ കരുണയും കൃപയും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിൻ്റെ നല്ല ദൈവം ഇടവരുത്തുക. ഈ വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ടും അവർക്ക് കരുണ നൽകിക്കൊണ്ടും നമുക്ക് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഈശോയിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. തിരുവചന പുസ്തകത്തിൽ കർത്താവായ യേശു നിർദ്ദയനായ ഭൃത്യന്റെ ഉപമയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ യജമാനനോട് 10,000 താലന്ത് കടപ്പെട്ട ഒരു ഭൃത്യൻ, അവനത് കൊടുത്തു വീട്ടുവാൻ ഒരു നിർവാഹമില്ല. യജമാനൻ കടം വീട്ടുവാൻ നിരന്തരം അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന തൻ്റെ അവസ്ഥയിൽ അവൻ കരുതി
തൻ്റെ യജമാനൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാൻ എൻ്റെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തും. അങ്ങനെ അവൻ യജമാനൻ്റെ പക്കൽ വന്ന് യജമാനനോട് പറഞ്ഞു, യജമാനനെ, നിന്നോടുള്ള ഈ 10,000 താലന്തിൻ്റെ കടം ഒരിക്കലും എന്നെ കൊണ്ട് വീട്ടാനാവില്ല. ദൈവം തോന്നി നീ അത് ഇളച്ചു തരണം. അവൻ ദയനീയ അവസ്ഥ കണ്ട യജമാനൻ 10,000 എന്നത് 100 താലന്തായി കുറച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, തൻ്റെ യജമാനൻ്റെ പക്കൽ നിന്ന് കടം ഇളച്ചു കിട്ടി അവൻ വഴിയിലൂടെ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ തന്നോട് കേവലം 100 ധനാറ കടപ്പെട്ട ഭൃത്യനെ കണ്ടുമുട്ടുകയാണ്. അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ എൻ്റെ കടം എത്രയും വേഗം തന്നു വീട്ടിക്കൊള്ളണം. ഈ ഉപമ പറഞ്ഞ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും മറ്റുള്ളവരുമായി ജീവിത ബന്ധങ്ങളിൽ പുലർത്തുന്ന നിലപാടുകളെ, നമ്മുടെ മനോഭാവങ്ങളെ പരിശോധിക്കാൻ നമ്മെ തന്നെ കണ്ടെത്താൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് ഒരുപാട് കടങ്ങൾ ഇളച്ചു കിട്ടിയിട്ടും നമ്മുടെ എണ്ണമറ്റ പാപങ്ങളെ പൂർണ്ണമായി ദൈവം നമ്മോട് ക്ഷമിച്ചിട്ടും, പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ കുഞ്ഞു കടങ്ങളെ ക്ഷമിക്കാൻ കഴിയാതെ ഞാനോ നിങ്ങളോ ആയിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന് മുമ്പിൽ എത്ര അപ്രിയരാണെന്ന് തിരിച്ചറിയാം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എത്രമാത്രം നമ്മെ തന്നെ അയോഗ്യരാക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ അവിടുത്തെ കാരുണ്യത്തിൻ്റെ വാതായനങ്ങളെ അടച്ചിടുന്നത് നാം തന്നെയല്ലേ എന്ന് നമുക്ക് കണ്ടെത്താം. തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ, പോരായ്മകളെ എല്ലാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ കരുണ സ്വീകരിക്കാൻ തക്കവിധം, നിന്റെ കരുണ ഒരു അനുദിന ജീവിതത്തിൻ്റെ അനുഭവമായി കണ്ടെത്തുവാൻ തക്കവിധം, ദൈവമേ, ഞങ്ങളെ കരുണ കൊണ്ട് നിറയ്ക്കണമേ എന്ന ഈ ആരാധന നിമിഷങ്ങളിൽ ഈ ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് ദൈവമായ കർത്താവിനെ ആരാധിക്കാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. ചേർന്നിന്നും ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങിൽ ചേർന്നിടും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഓ യേശുവേ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ഹല്ലേലൂയ. ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. ദൈവത്തിന് സീമമായ കാരുണ്യത്തിൻ്റെ മുമ്പിൽ, സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. മകനെ, മകളെ, ഒരുപക്ഷെ നിന്റെ ജീവിതം പാപത്തിൻ്റെ ഒരു കൂമ്പാരമായിരിക്കാം. ഈ ലോക ജീവിതത്തിൻ്റെ പാപച്ചെളി മുഴുവൻ നിന്റെ ആത്മാവിലുണ്ടെന്ന് വരികിലും ദൈവത്തിൻ്റെ കാരുണ്യം നിന്റെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് അവൻ ഒഴിക്കുമ്പോൾ സർവ്വപാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടും.
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി നീ രൂപാന്തരപ്പെടും. കർത്താവേ, ആ വലിയ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഓ യേശുവേ, രക്ഷകൻ യേശുവിനാ, ഹല്ലേലൂയ. ലോകരക്ഷകൻ യേശുവിനാ, ഏകരക്ഷകൻ യേശുവിനായി, ലോകരക്ഷകൻ യേശുവിനായി. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും ഓ സ്നേഹത്തേക്കാൾ യേശുവേ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, ഹല്ലേലൂയ. അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം ഹല്ലേലൂയ. നൽകിടും സ്നേഹത്തേക്കാൾ. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ആയിരിക്കുന്നത് പോലെ യേശു കരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയമുള്ള മക്കളെ, കർത്താവ് വലിയ സ്നേഹവായ്പോടെ തൻ്റെ സവിധത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ, ദുഃഖദുരിതങ്ങളിൽ, വേദനകളിലുമായിരിക്കുന്ന തൻ്റെ മക്കളെ തൻ്റെ പക്കലേക്ക് മാടി വിളിക്കുന്നവനായ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിച്ച് തളർന്നവരെ, നിങ്ങളെല്ലാവരുടെ അരികിലേക്ക് വാ എന്ന അവിടുത്തെ ദിവ്യസ്വരം കേട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം, സമർപ്പിക്കാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. ആമേൻ. മോദമോടിത പൂർണ്ണമായി. ഹല്ലേലൂയ. എന്നെ നൽകുന്നു പൂർണ്ണമായി. ഓ യേശുവേ, മോദമോടിത പൂർണ്ണമായി. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഓ ഞാൻ. യേശുവേ, അങ്ങിൽ ചേർന്നിന്നും ജീവിക്കും ഞാൻ. ആമേൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. അങ്ങിൽ ചേർന്നിടും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ജീവിത വഴികളിൽ മുറിവേറ്റും കർത്താവെ പാപച്ചെളി പുരണ്ടു നിന്റെ തിരുഹിതത്തിനെതിരായി ജീവിച്ചു എല്ലാം നിന്നെ വേദനിപ്പിച്ചവരാണ് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും. നിന്നിൽ വിട്ട് അകന്നുപോയ നിന്റെ മക്കളാണ് ഞങ്ങൾ ഇന്ന് കർത്താവെ തിരിച്ചറിയുന്നു, ഏറ്റുപറയുന്നു. പാപമല്ലാതെ കർത്താവെ ജീവിതത്തിൽ പുണ്യമായിട്ടൊന്നും കാണാനില്ല എന്നത് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ നിത്യ അനുഭവമാണല്ലോ കർത്താവെ. എന്നിട്ട് ഞങ്ങളെ തള്ളിക്കളയാതെ, ഞങ്ങളെ അവഗണിക്കാതെ, ഉപേക്ഷിക്കാതെ
നിസ്സീമമായ കരുണയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളെ സ്വന്തമാക്കുന്ന, നിന്റെ കരുണയൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന നിന്റെ വലിയ കരുണയെ, സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തി പ്രകീർത്തിക്കുകയാണ്. പുനിതമ്പരാനെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനായി ഞങ്ങൾക്ക് വേണ്ടി വസിക്കുന്ന ഈശോയെ, കരങ്ങൾ ഉയർത്തി ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായി പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. നമ്മുടെ ജീവിത നിയോഗങ്ങളെ, പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും, അവിടെ പ്രാർത്ഥന നിയോഗങ്ങളെയും യേശു കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ കരുണ ഏറ്റവും അധികമായി ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഈ ആശീർവാദ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവമായി കണ്ടെത്തുവാൻ തക്കവിധം കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളിലേക്കും ലോകം മുഴുവനിലേക്ക്, ജനകോടികളിലേക്കും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും